ടിപ്പു സുൽത്താന്റെ പ്രാധാന്യം. ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ ഒരു ധീരനായകനായാണ് ടിപ്പു സുൽത്താൻ ഇന്ത്യൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. മൈസൂർ കടുവ എന്ന അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ധീരതയുടെയും പോരാട്ടവീര്യത്തിന്റെയും പ്രതീകമാണ്. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ ആധുനിക കർണാടകയുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ അടിത്തറയ്ക്ക് കാരണമായി എന്നും വിലയിരുത്തപ്പെടുന്നു. ടിപ്പു സുൽത്താൻ മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഫത്തഹ് അലി ഖാൻ ടിപ്പു 18-ാം നൂറ്റാണ്ടിൽ മൈസൂർ രാജ്യത്തെ ഒരു പ്രമുഖ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം, യുദ്ധങ്ങൾ, ഭരണപരിഷ്കാരങ്ങൾ എന്നിവ താഴെ കൊടുക്കുന്നു. ജനനം, ബാല്യം, വിദ്യാഭ്യാസം. ജനനം 1750 നവംബർ 20-ന് ഇന്നത്തെ കർണാടകയിലെ കോലാർ ജില്ലയിലുള്ള ദേവനഹള്ളിയിൽ ജനിച്ചു. മാതാപിതാക്കൾ മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലിയുടെയും ഫക്രുനീസയുടെയും ആദ്യത്തെ പുത്രനായിരുന്നു ടിപ്പു. പേര് വിശുദ്ധനായ ടിപ്പു മസ്താൻ. ഔലിയയുടെ പേരിനോട് സാമ്യമുള്ള ടിപ്പു സുൽത്താൻ എന്ന പേരാണ് മാതാപിതാക്കൾ അദ്ദേഹത്തിന് നൽകിയത്. വിദ്യാഭ്യാസം. ചെറുപ്പത്തിൽ തന്നെ സൈനിക പരിശീലനവും വിവിധ വിഷയങ്ങളിലുള്ള അറിവും ടിപ്പുവിന് ലഭിച്ചിരുന്നു. അറബി, പേർഷ്യൻ, ഹിന്ദുസ്ഥാനി ഭാഷകളിൽ അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരുന്നു. ഭരണത്തിലേക്ക്. പിതാവ് ഹൈദരലിയുടെ മരണശേഷം 1782 മുതൽ മരണം 1799 വരെ മൈസൂരിനെ ഭരിച്ചു. ഹൈദരലിയുടെ ഭരണകാലത്ത് തന്നെ ടിപ്പു യുദ്ധങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലും 1767 മുതൽ 1769 വരെ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലും 1781 മുതൽ 1784 വരെ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. പ്രധാന യുദ്ധങ്ങൾ. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ 4 പ്രധാന യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ഇവ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു. ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1767 മുതൽ 1769 വരെ. ഈ യുദ്ധത്തിൽ ടിപ്പു പിതാവ് ഹൈദരലിയെ സഹായിച്ചു. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1781 മുതൽ 1784 വരെ. ഈ യുദ്ധത്തിനിടയിലാണ് ഹൈദരലി മരിക്കുന്നത്. പിന്നീട് ടിപ്പു യുദ്ധത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ബ്രിട്ടീഷുകാരെ ശക്തമായി നേരിടുകയും ചെയ്തു. മംഗലാപുരം ഉടമ്പടിയോടെയാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1790 മുതൽ 1792 വരെ. ടിപ്പുവിന്റെ തിരുവിതാംകൂറിലേക്കുള്ള കടന്നുകയറ്റത്തെ തുടർന്നാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാർ, മറാഠർ, ഹൈദരാബാദ് നിസാം എന്നിവർ സഖ്യം ചേർന്നാണ് ടിപ്പുവിനെതിരെ പോരാടിയത്. ഈ യുദ്ധത്തിൽ ടിപ്പുവിന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് ഇത് അവസാനിച്ചത്. നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1799. ടിപ്പുവിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകളും ഫ്രഞ്ചുകാരുമായുള്ള ബന്ധവും ഈ യുദ്ധത്തിന് കാരണമായി. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരും അവരുടെ സഖ്യകക്ഷികളും ചേർന്ന് ശ്രീരംഗപട്ടണം ആക്രമിച്ചു. മരണം 1799 മെയ് 4-ന് നടന്ന നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ശ്രീരംഗപട്ടണത്തെ കോട്ട സംരക്ഷിക്കുന്നതിനിടെ ബ്രിട്ടീഷ് സൈന്യവുമായി പോരാടി ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു. ഭരണപരിഷ്കാരങ്ങൾ. ടിപ്പു ഒരു കഴിവുള്ള ഭരണാധികാരിയായിരുന്നു. നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. സൈനിക പരിഷ്കാരങ്ങൾ. ആധുനിക സൈനിക തന്ത്രങ്ങളും ആയുധങ്ങളും അദ്ദേഹം സൈന്യത്തിൽ ഉപയോഗിച്ചു. റോക്കറ്റുകൾ യുദ്ധത്തിൽ ഉപയോഗിച്ച ആദ്യകാല ഭരണാധികാരികളിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. സാമ്പത്തിക പരിഷ്കാരങ്ങൾ. പുതിയ നാണയങ്ങൾ പുറത്തിറക്കുകയും ഭൂനികുതി വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. സാമൂഹിക പരിഷ്കാരങ്ങൾ. തന്റെ രാജ്യത്തിന്റെ വൈജ്ഞാനിക പുരോഗതി ലക്ഷ്യം വെച്ച് ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചു. അദ്ദേഹം വലിയൊരു ഗ്രന്ഥശേഖരത്തിന്റെ ഉടമയായിരുന്നു. നീതിവ്യവസ്ഥ. നീതിയുക്തമായ ഒരു നീതിവ്യവസ്ഥ സ്ഥാപിക്കാൻ ശ്രമിച്ചു. മതപരമായ കാഴ്ചപ്പാടുകൾ. ടിപ്പുവിന്റെ മതപരമായ നിലപാടുകൾ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ചില ചരിത്രകാരന്മാർ അദ്ദേഹത്തെ മതസഹിഷ്ണുതയുള്ള ഭരണാധികാരിയായി കാണുമ്പോൾ